ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ അനോണിമസ് ആയിട്ട് കുറച്ച് ആൾക്കാർ ഒരു മിലിറ്ററി ക്യാമ്പിൽ ഖുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മിലിറ്ററി ക്യാമ്പിൽ കയറിപ്പോയിട്ട് കുറേ ആൾക്കാരെ തുരുതരാ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്രമണത്തിൻ്റെ ചുമതല തെഹരിക്ക് താലിബാനികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതേപോലെ തെഹരിക്ക് താലിബാനികൾക്കെതിരെ പാകിസ്ഥാൻ റിറ്റാലിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പാകിസ്ഥാൻ്റെ മിലിറ്ററിക്ക് ഉണ്ടായ ഡാമേജ് വളരെ വലുതാണ്. പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഒരു ബ്ലാക്ക് ഡേ എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട പൊസിഷനിലുള്ള കമാൻഡർ ലെവലുള്ള ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുരുതരാ വെടിവെപ്പാണ്. ഈ തെഹരിക്ക് താലിബാനികളുടെ ആ ഒരു ബോൾഡ്നെസ് അത് ഭയങ്കരം തന്നെയാണ്, അതിഭീകരം തന്നെയാണ്. തെഹരിക്ക് താലിബാനികൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഖൈബർ പഖ്തൂൺവ മേഖലയിൽ 10 ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ എയർ സ്ട്രൈക്ക് നടത്തി സ്വന്തം ജനങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം അവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മിലിറ്ററി ക്യാമ്പിൽ തന്നെ കയറി ഡയറക്റ്റായിട്ട് അടിച്ചത്. ഇനിയിപ്പോൾ ഈ ക്യാമ്പിലുള്ള ആൾക്കാർ എന്തെങ്കിലും അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഖുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇവർ ടാർഗറ്റ് ചെയ്ത് വന്ന് ഈ ക്യാമ്പിനുള്ളിൽ തന്നെ കയറി അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഒരു വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ ഇതാണ് സംഭവം. ഇതിനകത്ത് 11 മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിംഗ് കമാൻഡർ രാജ ജുനൈദ് താരിഖ്, ഇയാളാണ് സീനിയർ മോസ്റ്റ്, അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മേജർ തയ്യബ്, നയബ് സുബൈദാർ അസീം ഗുൽ, നായിക് ഗുൽ അമീർ, നായിക് ആദിൽ, ലാൻസ് നായിക് ഇർഷാദ്, ലാൻസ് നായിക് തലിഷ് ഫറാസ്, ലാൻസ് നായിക് ഷേർഖാൻ, സിപ്പായി ഷാഹിദ്, സിപ്പായ് തൗഫിൽ, സിപ്പായ് ആക്കിഫ്, ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി കുറേ ആൾക്കാർക്ക് ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പേര് മിസ്സിംഗ് ആണ്. ഈ മിസ്സിംഗ് ആയ ആൾക്കാരെ തെഹരിക്ക് താലിബാനികൾ പിടിച്ചോണ്ട് പോയതാണോ ഹമാസ് സ്റ്റൈലിൽ, അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയാണ് സംഭവം. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നതും പാകിസ്ഥാൻ ആർമിക്കാണ്. പാകിസ്ഥാൻ എത്രയും കൂടുതൽ അമേരിക്കയോട് അടുക്കുന്നോ അത്രത്തോളം പ്രശ്നം പാകിസ്ഥാൻ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് അമേരിക്കയുമായിട്ട് ബന്ധം വയ്ക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ഈ LET, അതായത് ലഷ്കർ എന്ന് പറഞ്ഞ ആ ടീമിൻ്റെ ക്യാമ്പ്, ഒരു സ്പെഷ്യൽ ക്യാമ്പ് ഇപ്പോൾ ഇവർ ബലൂചിസ്ഥാൻ മേഖലയിൽ സ്ഥാപിക്കുകയാണ്. അതായത് ബലൂചിസ്ഥാനികൾക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് ISIയുടെ നേതൃത്വത്തിൽ ഈ LETയും അതായത് ലഷ്കറിനെയും ജയ്ഷ് എന്ന് പറഞ്ഞ 2 സംഘടനകളെയും അവരെ രണ്ടുപേരെയും തീറ്റിപ്പോറ്റുന്നത് ഈ ISI ആണല്ലോ. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ അത് പഞ്ചാബികളായിട്ടുള്ള ആർമി ഓഫീസേഴ്സിനെ ഇനി കൊലയ്ക്ക് കൊടുക്കണ്ട. കാരണം എത്ര ആർമി ഉദ്യോഗസ്ഥർ പോയാലും ഈ ബലൂചിസ്ഥാനികൾ അവരെ കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഒരു നഷ്ടം സഹിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ നമ്മൾ തീറ്റിപ്പോരുന്ന ആൾക്കാരായിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ തീവ്രവാദികളെ അങ്ങോട്ട് ഇറക്കി വിടാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് പാകിസ്ഥാൻ യഥാർത്ഥ സ്വഭാവം കാണിച്ചാണ്. അവരെല്ലായ്പ്പോഴും അവർക്കെതിരെയുള്ള ആൾക്കാർക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് അവർക്ക് ജീവൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തേനെ അവർ തീവ്രവാദികളെ ഇറക്കും. അവർ നേരിട്ട് ഇറങ്ങുന്ന പരിപാടിയില്ല. അപ്പോൾ അങ്ങനെ LETയും അതേപോലെ ഈ ജയ്ഷ് എന്ന് പറഞ്ഞ 2 സംഘടനകളുടെയും ആ ക്യാമ്പ് അവിടെ പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ തുടങ്ങി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇനി പാകിസ്ഥാൻ ഏത് സാഹചര്യത്തിലാണ് അമേരിക്കയ്ക്ക് അവിടെ ആ പോർട്ട് കൊടുക്കാൻ പോകുന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇവിടുത്തെ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ, തീവ്രവാദ ഫൈറ്റും കാര്യങ്ങളൊക്കെ തീരുമ്പോൾ തന്നെ ട്രംപിൻ്റെ കാലാവധി ഏകദേശം പൂർത്തിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം പാകിസ്ഥാനുള്ളിലെ സാഹചര്യം. അതേപോലെ തന്നെ POK മേഖലയിലാണെങ്കിൽ 50 മുതൽ 60 മിലിറ്ററി ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു, കടത്തി വെച്ചിരുന്നു ഈ POKയിലുള്ള ആൾക്കാർ. അവരിപ്പം ഇന്നലെയാണ് അവരെ റിലീസ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി പാകിസ്ഥാനിനുള്ളിലുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനോ ഒരു പോലീസോ ഒരു പൊളിറ്റീഷ്യനോ പോലും ഈ POK മേഖലയിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏവനെങ്കിലും ഒരുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയൊരു രാജ്യം, 4 സൈഡിൽ നിന്നുള്ള പ്രഷർ, 24 മണിക്കൂറും തീവ്രവാദികളെ കൊണ്ടുള്ള ശല്യം, ഈ രീതിയിലാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞു, പാകിസ്ഥാൻ കൈവിട്ട് പോയിരിക്കുകയാണ്. ഏത് രാജ്യം, ഏതൊരു ഇൻവെസ്റ്റർ അവിടെ വിശ്വാസത്തോടു കൂടി ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തും? ആ രീതിയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. പിന്നെ ഇന്നലെ നമ്മളൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ചുമയുടെ മരുന്ന് കോൾഡ്രിഫ് എന്ന് പറഞ്ഞ ആ മരുന്ന് കുടിച്ചിട്ട് 16 കുട്ടികൾ കൊല്ലപ്പെട്ട ഒരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലുള്ള കാഞ്ചീപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മരുന്ന് കമ്പനിയാണ് അടച്ചു പൂട്ടിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് കൺട്രോൾ കൗൺസിലിൻ്റെ കീഴിൽ തന്നെ അപ്രൂവൽ മേടിച്ചിട്ടാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആദ്യമേ തന്നെ അപ്രൂവൽ കൊടുത്ത് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തതാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇത് ഗവൺമെൻറ് ഉത്തരവാദിത്തമല്ല, ഇത് സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണെന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്ത് കളിക്കുകയാണ്. പക്ഷേ എന്നാലും ആ കമ്പനി അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടെത്തിയ ആ ഒരു അപാകത എന്ന് പറഞ്ഞാൽ ഈ മരുന്നിൽ ഡൈഎത്തിലീൻ എന്ന് പറഞ്ഞ ആ ഒരു കെമിക്കൽ ഏതാണ്ട് 46.65% ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 10% താഴെ മാത്രം ഉണ്ടാവേണ്ട ഒരു ഐറ്റമാണ്. 10% താഴെ മാത്രം ഉണ്ടാകേണ്ട ആ ഒരു അംശം ശരിക്കും 46%. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് സംഭവിച്ചത്. പക്ഷേ മരിച്ചതെല്ലാം തന്നെ കൊച്ചു കുട്ടികളാണ്. അതാണ് ഇതിലെല്ലാം തന്നെ ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള വിഷയം. പിന്നെ ഈ ഖുറം ബേസിൽ ചെന്ന് ആക്രമണം നടത്തിയ തെഹരിക്ക് താലിബാനികളെ പാകിസ്ഥാൻ ആർമി റിറ്റാലിയേഷൻ ചെയ്യുന്ന സമയത്ത് 19 പേരെ ഇവർ കൊലപ്പെടുത്തിയെന്ന് പാകിസ്ഥാൻ ആർമി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കൺഫേം അല്ല. ഓൺലി 3 ആൾക്കാരെ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വാർത്തയിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 2 പേർക്ക് ഇഞ്ചുറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ പാകിസ്ഥാൻ ആർമി എപ്പോഴും കുറച്ച് പെരുപ്പിച്ച് പറയും. അതെന്ന് വെച്ചാൽ ജനങ്ങളുടെ മുന്നിൽ, പൊതുജനങ്ങളുടെ മധ്യേ അവരുടെ അഭിമാനം നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് 19, 119 എന്നൊക്കെ പറയും. അതിന് യാതൊരു മടിയില്ലാത്ത ഒരു മിലിറ്ററിയാണ് പാകിസ്ഥാൻ ആർമി. ഈ ന്യൂക്ലിയർ ബോംബ് ഞങ്ങളുടെ വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും 2 വെച്ചിട്ടുണ്ട്. പോക്കറ്റിലൊക്കെ എപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് പാകിസ്ഥാന്റെ ഖ്വാജ ആസിഫ് പോലത്തെ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ. എന്തെങ്കിലും കമാന്നൊരു അക്ഷരം വേണ്ടിയാൽ മതി പാകിസ്ഥാന്റെ ഏത് പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, അവരുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ പറയുന്നത് ഞങ്ങൾ ന്യൂക്ലിയർ ശക്തിയാണ്, അങ്ങ് പെട്ടെന്ന് എടുത്തിട്ട് കളയും. കാരണം ഇവർ പോക്കറ്റിലാണ് വെച്ച് നടക്കുന്നത് ഈ ആണവായുധം. ഇത് എന്താണ് സംഗതി, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ എന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർ 24 മണിക്കൂറും ഈ ആണവായുധം ഞങ്ങൾ എടുത്തിട്ട് കളയും, ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. ഈ സാധനം ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല, ഇതൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തികളായിട്ടാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പല ആർമി ഉദ്യോഗസ്ഥരും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. 24/7 ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആണവായുധം എന്നാണ് പറയുന്നത്. അത് ഇവർ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്, എടുത്തങ്ങ് ഇടും. മനസ്സിലായി? ആ രീതിയിലാണ് ഇവരുടെ സംസാരം. പക്ഷേ ആ ആണവായുധം വെച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ഉള്ളിലാണ് ഈ രീതിയിൽ തകൃതിയായിട്ടുള്ള തീവ്രവാദികൾ പുകുന്ത് വിളയാടിക്കൊണ്ടിരിക്കുന്നത്. കീർ സ്റ്റാർമർ, UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കീർ സ്റ്റാർമർ 125 ഡെലിഗേറ്റ്സുമായിട്ട്, ഏറ്റവും വലിയ ഡെലിഗേറ്റ് വിസിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇടപെട്ട കാലത്ത് UK ഡെലിഗേറ്റ്സ് ആണ്. ആ രീതിയിൽ വലിയൊരു ടീം തന്നെയാണ് ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ബോംബെയിലാണ് ഇറങ്ങിയത്. ശരിക്കും പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ടുള്ള മീറ്റിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കീർ സ്റ്റാർമർ അത് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വിസ, ജോലി മാർക്കറ്റ്, ആ രീതിയിലല്ല ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും വ്യാപാര മേഖലകൾ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച നടത്താൻ വന്നിരിക്കുന്നത്. കാരണം ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആക്റ്റീവായ സ്ഥിതിക്ക് ഇന്ത്യയിൽ നിന്നും എന്തെല്ലാം വ്യാപാര സാധ്യതകളുണ്ട്. കാരണം 40% ഇപ്പം UK ഉള്ളിൽ ഇന്ത്യൻ പ്രോഡക്റ്റുകളാണ് അങ്ങോട്ട് ഇറങ്ങുന്നത്. 40% UK ഉള്ളിൽ. അപ്പോൾ ആ സ്ഥിതിക്ക് ഇത് എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടത്താനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല മേഖലകളിലുമുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കും പുതിയ കച്ചവടങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പ്യൂർലി ബിസിനസ് മീറ്റാണ്. അപ്പോൾ UK നിന്നും 125 ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മേഖലകളിലും പെട്ട ആൾക്കാരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും UK തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം മുന്നോട്ട് പോവുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപിച്ച സമയം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പേടിക്കേണ്ട വിഷയമൊന്നുമില്ല, ഒരു മാസം ടൈം എടുക്കും, പക്ഷേ നമ്മൾ കാര്യങ്ങളൊക്കെ റീസെറ്റിൽ ചെയ്യും, റീറൂട്ട് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം ഷ്രിമ്പിനും അതേപോലെ തുണിത്തരങ്ങൾക്കും മറ്റു മാർഗങ്ങൾ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം അതിൽ ഈ തുണിത്തരങ്ങൾ പല കമ്പനികളും, പല ബ്രാൻഡഡ് കമ്പനികളും ഇന്ത്യക്കുള്ളിൽ അവരുടെ ക്ലോത്ത് മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അയച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ബ്രാൻഡഡ് കമ്പനികൾ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കമ്പനികളെല്ലാം തന്നെ അവരവരുടെ ഓർഡറുകൾ UK അവരുടെ സെയിം ബ്രാൻഡിലുള്ള ബ്രാഞ്ച് ഓഫീസ്, അതേപോലെ ഫ്രാൻസിലുള്ള ഓഫീസ്, യൂറോപ്പിലുള്ള പല മേഖലകളിലുള്ള ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ ഓർഡറുകൾ ഇന്ത്യക്കുള്ളിൽ വരുന്നത്. അതായത് അമേരിക്കയിൽ നിന്നും ഡയറക്റ്റായിട്ട് ഓർഡർ തരുന്നതിന് പകരം അവരുടെ ബ്രാഞ്ച് ഓഫീസുകളായിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രാഞ്ചിൽ നിന്നാണ് ഓർഡർ വരുന്നത്. ഇപ്പം അവരുടെ മെറ്റീരിയൽസും അവിടെ തന്നെയാണ് അയച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഫിനിഷിംഗ് പ്രോഡക്റ്റ് അതാത് രാജ്യങ്ങൾക്ക് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ അമേരിക്കയ്ക്കുള്ളിൽ അവർ കയറ്റി അയച്ചോളും. മനസ്സിലായി? ആ രീതിയിൽ ഇപ്പം ഓർഡർ മാറി മറിഞ്ഞ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ടെക്സ്റ്റൈൽ മേഖല വീണ്ടും ബൂം ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ അത് മുന്നോട്ട് വരികയാണ്. പ്രത്യേകിച്ച് മേജർ ആയിട്ടുള്ള ബ്രാൻഡഡ് കമ്പനികളെല്ലാം തന്നെ UK ത്രൂ ആണ് ഓർഡറുകൾ ഇന്ത്യക്കുള്ളിൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ UKക്കും ഇന്ത്യക്കും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് ആ ഒരു ടാക്സ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവർക്ക് ഇന്ത്യയിൽ നിന്നും എന്ത് കോസ്റ്റിനാണോ സാധനം കിട്ടുന്നത് അതേപോലെ തന്നെ അവർക്ക് UK നിന്ന് കിട്ടുന്ന സാഹചര്യത്തിന് ഇപ്പം വഴിയൊരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഷ്രിമ്പിൻ്റെ കാര്യത്തിൽ, ചെമ്മീൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തായ്വാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. തായ്വാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫാം പ്രോഡക്ട്സ് എല്ലാം തന്നെ ഞങ്ങൾ താരിഫ് ഇളവ് നൽകിക്കൊണ്ട് തായ്വാൻ്റെ ഉള്ളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തായ്വാനും ഇന്ത്യക്കുമുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. കാരണം ഐഫോൺ ഉൾപ്പെടെയുള്ള, അതായത് ഫോക്സ്കോൺ കമ്പനി ഉൾപ്പെടെയുള്ള, അതേപോലെ ചിപ്പ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മിഷനറീസുമായിട്ട് ബന്ധപ്പെട്ട് തായ്വാനുമായിട്ട് ഇന്ത്യക്ക് വളരെയധികം നല്ല ബന്ധമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തായ്വാൻ അവരും ഒരു ഡിപ്ലോമാറ്റിക് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അമേരിക്കൻ ചേരിയിൽ നിന്നും ഒരു ബി ട്രയൽ കിട്ടിയിട്ടുണ്ട് തായ്വാന്. കാരണം തായ്വാന് അമേരിക്ക കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ആയുധങ്ങളൊന്നും ഇതുവരെ കൊടുക്കുന്നില്ല. അത് കൊടുക്കാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ചൈനയാണ്. ചൈനയുമായിട്ടുള്ള താരിഫ് ട്രേഡ് വാർ ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ തായ്വാന്റെ കാര്യത്തിൽ എഫക്റ്റീവായിട്ട് അമേരിക്ക മുന്നോട്ട് വരുന്നില്ല, തായ്വാനെ ഇഗ്നോർ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തായ്വാൻ ഇപ്പോൾ ഒരു മൾട്ടിപോളർ ഡിപ്ലോമസിയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് പോളിസി എന്താണോ അതുപോലത്തെ ഒരു പോളിസി കൊണ്ടുപോകണം എന്നാണ് തായ്വാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ യൂറോപ്പുമായിട്ട് നല്ല ബന്ധം ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട്. യൂറോപ്പുമായിട്ട് അവർ ചർച്ചകൾ നടത്തുകയാണ്. റഷ്യയുമായിട്ട് ബന്ധം വേണമെന്ന് തായ്വാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ മേഖലയിലുള്ള പല രാജ്യങ്ങളുമായിട്ടും തായ്വാൻ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിലുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യ അവരുടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു പാർട്ട്ണർ തന്നെയാണ്. അപ്പോൾ ആ രീതിക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഈ ഫാം പ്രോഡക്ട്സ്, അതായത് തായ്വാൻ്റെ ഉള്ളിൽ ഫാം പ്രോഡക്ട്സ് ഇല്ലാത്തതുകൊണ്ടല്ല, അവർ ഇന്ത്യയുമായിട്ട് ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം.
ഇന്ത്യ ഒരിക്കലും ചതിക്കാത്തൊരു രാജ്യമാണ്. ചൈനയുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധം ഇപ്പോൾ ഉണ്ടെങ്കിലും അതൊരിക്കലും തായ്വാനെ മറികടന്നുകൊണ്ടുള്ള ഒരു ബന്ധമല്ല എന്നുള്ളൊരു ബോധ്യം. അതുപോലെ തന്നെ അമേരിക്ക ഒരു സൈഡിൽ ഇങ്ങനെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് ഇന്ത്യയെങ്കിലും പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു ധാരണയും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഫാം പ്രോഡക്ട്സിന് താരിഫ് ഇളവ് നൽകിക്കൊണ്ട് ഇന്ത്യയുടെ ഈ ഷ്രിമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ, കാരണം ഈ സൗത്ത് ഏഷ്യൻ സൈഡിലാണ് ഈ വക സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയുടെ ഈ ചെമ്മീനൊക്കെ അങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യ മാർക്കറ്റ് മാറ്റി പിടിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിലുപരിയായിട്ട് ഒരു വാർത്ത കൂടി പറയാനുള്ളത്, ഇന്ത്യക്കുള്ളിൽ ഐഫോൺ നിർമ്മാണ യൂണിറ്റ് പൂർണ്ണമായിട്ട് മാറിയതിനു ശേഷം ഏതാണ്ട് 10 ബില്യൺ ഐഫോൺ നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. 10 ബില്യൺ ഐഫോൺ. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 10 ബില്യൺ ഐഫോൺ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത്. അതായത് അസംബിൾഡ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ ടാഗ്ലൈൻ ഇട്ട് മേഡ് ഇൻ കാലിഫോർണിയ അസംബിൾഡ് ഇൻ ചൈന എന്നുണ്ടായിരുന്നത് മേഡ് ഇൻ കാലിഫോർണിയ അസംബിൾഡ് ഇൻ ഇന്ത്യ എന്നുള്ള ടാഗ്ലൈനിൽ ഐഫോണുകൾ ഇപ്പോൾ പുറത്തു പോവാണ്. അങ്ങനെ 10 ബില്യൺ യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് നടത്തിയിട്ടുണ്ടെന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇനി വരും വർഷങ്ങളിൽ ഇതിലും എണ്ണം കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.